ഇനി കുറച്ച് പറത്തുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഒരു 10 കുഞ്ഞുങ്ങളെ ഞാൻ പിടിച്ച് മാറ്റി ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ പറക്കുന്ന സാധാ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനോടെ അതിലിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാവും കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത് ഇങ്ങനെയാണ്, എടുത്ത് എറിഞ്ഞ് വിടാറില്ല. ഇത് കണക്ക് കൂട്ടിൽ നിന്ന് ഇറക്കി അവർ തനിയെ പറന്ന് പൊങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 3 പറവ് വരെ പ്രാവും കുഞ്ഞുങ്ങൾ പറക്കുന്നത് ഇതേപോലെ ആയിരിക്കും, ഇപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കും പ്രാവും കുഞ്ഞുങ്ങൾ പറക്കുന്നത്. അത് കഴിഞ്ഞൊരു 3-4 പറവ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, നല്ല പറവിലോട്ട് കയറുള്ളൂ. അപ്പോൾ ഈ 2-3 പറവയിൽ നമ്മൾ പറത്തുമ്പോൾ ഇതിൽ കൂടുതൽ ടൈം പറക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടാലറിയാം. അവരെ നമ്മളെന്ത് ചെയ്യും, പിടിച്ച് മാറ്റി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ പറക്കുന്ന പ്രാവുകളെ മാത്രം കയറ്റി വിട്ടാണ് നല്ല കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം എൻ്റെ പ്രാവുകളെല്ലാം നല്ല രീതിയിൽ കയറി പറക്കുന്നുണ്ട്. അതിൽ 6 എണ്ണമൊക്കെ മേളിൽ നല്ല ഹൈറ്റിൽ കയറി പറക്കുന്നുണ്ട്, 4 എണ്ണം താഴ്ന്നു നിന്ന് പറക്കുകയാണ്. അപ്പോൾ അവർ നാളെയൊക്കെ സെറ്റാവും, 2-3 പറവ സെറ്റാവും. ഒരു 10 പറവയ്ക്കകത്ത് നമുക്കറിയാൻ പറ്റും.